നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇന്ന് 17 ജൂൺ 2025. എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും അതുപോലെ BJP പ്രസിഡൻറ്റും കെ സുരേന്ദ്രനൊക്കെ എല്ലാവർക്കും, എല്ലാ വീട്ടമ്മമാർക്കും ഞാൻ നാനാജാതിക്കും എൻ്റെ സല്യൂട്ട്. അപ്പോൾ അത് തന്നെ എല്ലാവരും ചോദിക്കുന്നു, സുപ്രഭാതം വിടരട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി പറയുന്നു. അതുപോലെ നല്ല മഴ നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മുഴുവൻ കേട്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ അറിവിൽ ആർക്കും തെറ്റ് ചെയ്ത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ ആരെയും പറഞ്ഞയച്ചിട്ടില്ല. അത് നിങ്ങൾ ഉറപ്പിക്കണം. പിന്നെ ഞാൻ എഴുതിണ്ടാക്കിയ നിയമങ്ങളാണ് നിങ്ങൾ അനുസരിക്കുന്നത്. മറ്റുള്ളവർ ചെയ്യാത്തത് എൻ്റെ കുറ്റമല്ല, മനസ്സിലായില്ലേ? നിയമം എഴുതിണ്ടാക്കിയ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിയമവശം തന്നെ ഒരുപാടുണ്ട്. അതൊന്നും ഞാൻ കയറി കളിച്ചില്ല. ഇതിനൊന്നും ഒരു ചായ 10 രൂപ വിലപ്പിടിച്ച ഒരു ചായ ഞാൻ എടുത്തിട്ടില്ല എന്ന് നിങ്ങൾ അറിയണം. അതുപോലെ ഞാൻ പറയാൻ വരുന്നത് എൻ്റെ മരുന്നിനെ കുറിച്ചും ബാക്കിയുള്ളതുമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങൾ അറിയണം, അതനുസരിച്ച് ചെയ്യണം. അതനുസരിച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗം അനുസരിക്കണം എന്നൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം. നമ്മളങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മളെ കൂട്ടത്തോടെ വളരെ വേദനയും വിഷമവും, അതുപോലെ തന്നെ പിഞ്ച് കുട്ടികളുടെ ചില ആളുകൾ. ഇപ്പോൾ ഞാൻ ഇന്നലെ ഇട്ടുള്ള ഒരു കമൻറ്റിനെ കുറിച്ചിട്ട് പറയാം. നമ്മുടെ നാവ്, ഒരു പിഞ്ച് കുട്ടിയുടെ നാവ്, പിന്നെ അണുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാകുന്ന 3-4 തരം ഭക്ഷണത്തിൻ്റെ അത് ഒന്ന് നമ്മുടെ ചുണ്ണാമ്പിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും രുചിയുള്ള ഭക്ഷണം എന്ന് പറഞ്ഞത് ഇതുപോലെ ഈ കാൽസ്യം കലർന്നതാണ്. കാൽസ്യം വന്നാൽ ഇത്തരത്തിൽ വരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ മേലെ ഒരു തടിപ്പ് കണ്ടാൽ വളരെ പെട്ടെന്ന് പുറമെ തേക്കണം മരുന്ന്. അതിന് പിന്നെ ഇവിടെ വീട്ടിൽ നിന്ന് ഉപയോഗിക്കാൻ വിചാരിച്ചാൽ 50 റുപ്യ ഇപ്പോൾ കൊണ്ടുള്ളൂ. ഇനി ഞാനത് പുറത്തേക്ക് ആക്കുന്നുണ്ട്, അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ മിനിമം 500 റുപ്യ വരും. മുമ്പ് 500 റുപ്യക്ക് ഉണ്ടായിരുന്നതൊക്കെ 1000 രൂപയും വരും. അതിൻ്റെ സംവിധാനങ്ങൾ അങ്ങനെ. ഒരു ഇതായിട്ട് പ്രത്യേകം എന്താണെന്ന് വിചാരിച്ചാൽ ഇത് നമുക്ക് ഉണ്ടാക്കി സ്റ്റോക്ക് വെക്കാൻ പറ്റില്ല. ഉണ്ടാക്കി സ്റ്റോക്ക് വെക്കുകയാണെങ്കിൽ 50 രൂപയ്ക്ക് തന്നെ കൊടുക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ വേറെ പ്രത്യേകത. പിന്നെ ഓരോ തവണ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു പണിയൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ഓരോ സമയത്തിനും ഭക്ഷണം മാറി മാറി ഉണ്ടാക്കുന്നതാണ്. അപ്പം മരുന്നും അതുപോലെ തന്നെ ഇന്ന് വരെ നിങ്ങൾ കാണാത്ത സാധനം. ലോകത്തിൻ്റെ ചരിത്രത്തിൽ എല്ലാ വൈദ്യശാലയും ഇന്ന് കാണാത്ത തരങ്ങളാണ്. എന്നോട് പല ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും പണ്ട് പറഞ്ഞിട്ടുണ്ട്, ലാബ് ടെക്നീഷ്യൻ ഇല്ലാതെ നിങ്ങളെ ആരും വിശ്വസിക്കില്ല എന്ന്. പക്ഷേ ഞാനത് പ്രവർത്തിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് സത്യം. കാരണം ലാബ് കാണാണ്ടെയും ഈ സാധനങ്ങൾ ചെയ്യാം. നമുക്ക് വേണ്ടത് നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകൾക്ക് 10 ദിവസം കൊണ്ട് 4 മാസത്തെ റെസ്റ്റ് കൊണ്ട് രോഗം മാറിയിട്ട് തിരിച്ചു പോയി അവർ ആരോഗ്യത്തോടെ കൂടെ ജോലി ചെയ്യുന്നതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഖുർആനിൽ ഒന്നും മാറ്റാനോ തിരിക്കാനോ ഇല്ല, അത് പൂർണ്ണമാണ്. ഞാനത് സമ്മതിക്കാം. ഖുർആൻ ഇറങ്ങിയ കാലത്ത് ഏകദേശം 14 നൂറ്റാണ്ട് മുന്നേ ആർക്കെങ്കിലും വസ്ത്രമുണ്ടായിരുന്നോ, ആരെങ്കിലും കാലും പറ്റുന്ന ചെരുപ്പുണ്ടായിരുന്നു എന്ന് ചിന്തിക്കുകയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും നുണ പറഞ്ഞ് ആരെയും പറ്റിക്കരുത്. അത് ഇവിടെ നമ്മളെ ഈ നുണ പറയുന്ന ആളുകൾ നമ്മളുടെ കീഴ്പ്പെട്ടോ മേപ്പെട്ടോ ഉള്ളവരാണ് എന്ന് നിങ്ങളെല്ലാവരും കരുതണം. ഈ നുണ, നമ്മൾ പറയുന്ന നുണ കേൾക്കുന്നവരും നമുക്കെതിരെ വരുന്നവരും നിങ്ങൾ നമ്മുടെ കീഴ്പ്പെട്ട് അല്ലെങ്കിൽ അനുജനോ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ അച്ഛന്മാരുടെ ഏട്ടനോ അനുജനോ ആയിരിക്കും. അതിൽ കൂടുതലൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഏത് വീട്ടിൽ പോയാലും ആരെ പോയാലും, നിങ്ങൾ ഏത് ലോകത്ത് പോയിട്ട് അവൻ്റെ പെങ്ങളെ നിങ്ങൾ കല്യാണം കഴിച്ചാലും ഇവൻ്റെ പെങ്ങളെ അവനക്ക് കൊടുത്താലും ഒക്കെ നിങ്ങൾ ഇതിൻ്റെ ചരിത്ര ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് സഹോദരന്മാരാണ്, അല്ലാതെ പുറമക്കാരല്ല. പിന്നെ നമുക്ക് പെണ്ണ് വേണ്ടേ, അത് മാത്രമാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ ആഡംബര കല്യാണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഖുർആനിൽ കൂട്ടാനും ചേർക്കാനും ഇല്ലായിരിക്കാം, പക്ഷെ നമുക്ക് കൂട്ടാനും ചേർക്കാനും ഉണ്ട്. ഈ പണ്ഡിതന്മാരെ മനസ്സിലാക്കണം, നമുക്ക് കൂട്ടാനും ചേർക്കാനുമുണ്ട്. 1400 വർഷം മുന്നേ ആർക്കും തുണി ഉണ്ടായിരുന്നില്ല. ഇന്ന് എല്ലാവരും, ഇപ്പം ഞാനൊക്കെ ഒരു ഷർട്ട് ഇട്ടിട്ട് ഏകദേശം
ഈ ഷർട്ട് എടുത്തിട്ട് ഏകദേശം ഒരു 7-8 കൊല്ലമായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? 7-8 കൊല്ലമായിട്ടുണ്ടാവും. മുഷിഞ്ഞ ഷർട്ട് തന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഷർട്ടല്ല. കാരണം ഇതിനൊരു ചരിത്രമുണ്ട്, അത് നിങ്ങൾ അറിയണം. നെയ്ത്തന്മാർ, റാവുത്തന്മാർ നൂല് നെയ്ത് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നമ്മളാരും ഇന്ന് ഈ സാധനം ഉപയോഗിക്കില്ല. 8 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇന്നത്തെ നിങ്ങളുടെയൊക്കെ കണക്ക് ഒരു ദിവസം 10 എണ്ണം മാറിയെടുക്കുക, അത് വലിച്ചെറിയുക എന്നതാണ്. അത് എൻ്റെ രീതിക്ക് തെറ്റുക. കാരണം ഒരു നേരത്തെ, ഒരു വർഷത്തിൽ ഒരു തവണ മാത്രം ഭക്ഷണം കഴിച്ചിരുന്ന നമ്മുടെ മുൻ കാരണന്മാരാണ് നമ്മളുടെ അടുത്ത് മരിച്ചു പോയില്ലേ. ഇന്ന് നമ്മൾ 5 നേരം അരി ഭക്ഷണം തന്നെ കഴിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. പലതരം പുട്ട് ഉപയോഗിക്കും, ദോശ ഉപയോഗിക്കും, അതുപോലെ ഇതര സാധനങ്ങൾ പായസമായിട്ട് ഉപയോഗിക്കും. അങ്ങനെ പലതരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വരിക. അതുപോലെ കാലുമ ചെരുപ്പ്, ഇതൊന്നും ഖുർആന് പറഞ്ഞില്ല. അത് എൻ്റെ കുറ്റമൊന്നുമല്ല. ഖുർആനിലെ കൂട്ടൽ കുറക്കലൊന്നും എൻ്റെ പണിയിൽപ്പെട്ടതല്ല, ഞാനത് ചെയ്യുന്നുമില്ല. പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. അതെന്താണെന്ന് വെച്ചാൽ, പിന്നെ മികച്ചതായിരിക്കണം ഈ സാധനം. എന്താ മികച്ചത്? എനിക്ക് ഇഷ്ടമില്ലെങ്കിലും സമൂഹത്തിന് നന്മയുണ്ടാകുന്ന സാധനമായിരിക്കണം. അത് വേറൊരുത്തനെ കൊല ചെയ്തിട്ട് ഖുർആൻ്റെ എഴുതാനല്ല. അപ്പോൾ എന്തുപോലെ നമ്മുടെ നാട്ടിലെ ആംബുലൻസുകൾ ഓടുന്നതൊക്കെ കൊലയാളികളെ കൊണ്ടാണ്, അല്ലെങ്കിൽ അയാളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഈ രണ്ടും അല്ലാണ്ട് ഒരു ആംബുലൻസും ലോകത്ത് എവിടെയും ഓടുന്നില്ല, ലോക ചരിത്രത്തിൽ എവിടെയില്ല. ഈ കൊലയാളിയെ ഒന്നെങ്കിലും മറ്റവനെ കൊല്ലാനോ അല്ലെങ്കിൽ ഈ വണ്ടിയിലിരിക്കുന്നവനെ കൊല്ലാനോ ആണല്ലോ നിങ്ങൾ ഈ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? സ്ഥലം ഒഴിഞ്ഞു കൊടുക്കുന്നത് നിങ്ങളത് ചിന്തിക്കണം. ഈ പോകുന്ന ഒരാൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടവരില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അത്ര ബുദ്ധിമാന്മാരാണെങ്കിൽ നമ്മളുടെ മെഡിക്കൽ കോളേജുകളുടെ പിന്നാമ്പുറം പോയിട്ട് നോക്കുക. പേപ്പട്ടി കടിച്ച ആളുകളുടെ അവരെ എത്ര പേര് അവിടുന്ന് ജീവിച്ചു പോകുന്നുണ്ട്, ബാക്കി എങ്ങനെ പോകുന്നത് എന്ന് നോക്കാം. അതുപോലെ തന്നെ ന്യൂറോളജി വിഭാഗം, അതായത് എല്ലും ഞരമ്പൊക്കെ കേടുവരുന്നത്, അവിടെ മൊത്തത്തിൽ കണക്കെടുക്കും. ആ കണക്കിൻ്റെ പശ്ചാത്തലത്തിൽ ഒരാളെങ്കിലും ഇതിന് രക്ഷപ്പെടുന്നുണ്ടോ നോക്ക്. എന്തിനാ ഇവരെ ഈ കാലും കയ്യൊക്കെ മുറിച്ച് കളയുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെ ഇതില്ലാണ്ട് തന്നെ ഈ മജ്ജപ്പഴുപ്പിൻ്റെ രോഗത്തിന് 1-2 തവണ മരുന്ന് ഉപയോഗിച്ചാൽ, അതിൻ്റെ മരുന്ന് ഉപയോഗിക്കണം. നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ പ്രകൃതിയുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിച്ചേ പറ്റൂ. നിങ്ങളുടെ എൻ്റെ ശരീരത്തിൽ ഈ കാണുന്ന, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഭാഗങ്ങൾ വർക്ക് ചെയ്യുന്നത് കോടിക്കണക്കിന് മലായികത്തുകൾ നമ്മളെ കാണേണ്ട വായുവിൽ കൂടെ വർക്ക് ചെയ്തതിൻ്റെ ഫലമാണ്. നിങ്ങളുടെ പെണ്ണുങ്ങളുടെ ഗർഭം ധരിക്കുന്നത്, നിങ്ങൾ സെക്സ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്ന ആ സാധനം, അത് ഒരുപാട് മലായികത്തുകൾ പ്രവർത്തിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ പിലാവിൻ്റെ മുകളിലുള്ള ചക്ക, മൂച്ചിയുടെ മുകളിലുള്ള മാങ്ങ, ഇതൊക്കെ മലായികത്തുകൾ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം. അല്ലാണ്ട് മലായികത്തുകൾ കയറാത്തൊരു സ്ഥലം നിങ്ങൾക്ക് പരീക്ഷിക്കാൻ സാധിക്കും. പ്രകൃതിയിൽ ഏറ്റവും വലിയ ലൈറ്റ് പിടിപ്പിക്കുക ഏതെങ്കിലും സാധനത്തിൻ്റെ ചുവട്ടിൽ നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു സാധനമാണ്. അതിപ്പോൾ പിന്നെ കുറേശ്ശെ അതിന് ഇരുട്ടുള്ള ഭാഗങ്ങളൊക്കെ അവർ കായ് പിടിപ്പിക്കും. ഇരുട്ടുള്ള ഇതൊക്കെ കായ് പിടിപ്പിക്കും, അല്ലാത്തതിന് ചെയ്യില്ല. ഇതിന് മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. വിശ്വസിക്കാത്ത ചില ആളുകൾക്ക്. എൻ്റെ നാട്ടിലൊരു കൈത്തളി അമ്പലമുണ്ട്. ഈ പിന്നെ അമ്പലങ്ങളെയൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, അവർക്കൊക്കെ ഒരു പ്രശംസ അർപ്പിക്കുന്നു. എൻ്റെ മതമല്ല, എൻ്റെ ദൈവമല്ല, എന്നിരുന്നാലും ഞാൻ അതിനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അപ്പോൾ കൈത്തളി അമ്പലത്തിന് ഒറ്റ കല്ലിലൊരു അമ്പലമാണ്. നിങ്ങൾ പ്രത്യേകം ഒന്ന് ചിന്തിക്കണം. ഇതിൻ്റെ താഴെയൊക്കെ ഇതിൻ്റെ മുകളിൽ വെക്കുന്ന മൂടിയുണ്ട്. നമ്മുടെ പിന്നെ മറ്റേ ഇവിടെ കിടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരോടും ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കും ചെന്ന് കാണാൻ പറ്റും. എവിടെ? പിന്നെ കൂട്ടുപാതയിൽ നിന്ന് കുറച്ചും കൂടി അത് മുന്നോട്ട് പോയിട്ട് കട്ടിലമാടം എന്ന് പറയുന്ന സ്ഥലം, ഈ കട്ടിലമാടം, അത് സ്ഥലത്തിൻ്റെ പേരല്ല, അത് ഈ അമ്പലത്തിൻ്റെ ഉപകരണമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടും. ഏത് കാര്യങ്ങൾ? എങ്ങനെ മാങ്ങ കായ്ക്കുന്നത്, എങ്ങനെ പിന്നെ പെണ്ണുങ്ങളുടെ ഗർഭപാത്രത്തിലേക്ക് കുട്ടി കടന്നു പോകുന്നത്, എങ്ങനെ അത് ഉണ്ടാവുന്നത്, ഇവ കാര്യങ്ങളൊക്കെ. ഇത് ഒരു പെണ്ണിൻ്റെ ഒന്നല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ ധരിക്കേണ്ട. ഒരു പെണ്ണൊന്നുമല്ല, നാനാജാതികൾ, പശു, ആട്, എരുമ, ഉറുമ്പ്. നോക്കി ഉറുമ്പ്, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഉറുമ്പിനേക്കാളും കുറഞ്ഞ ജീവിയുണ്ട് അവരിൽ. ഇതൊക്കെ അവർക്ക് പ്രത്യുൽപാദനം എല്ലാവർക്കും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ ഒരു ചാണ് വെച്ചിട്ട് നോക്കിയാൽ, നിലത്തൊരു ചാണ് വെച്ചിട്ട് നോക്കിയാൽ അതിലുള്ള പുല്ലുകളൊക്കെ ഒരേ തരം പുല്ല് പറിച്ചിട്ട് നിങ്ങളൊന്ന് ഉരച്ച് മണച്ച് നോക്കി, വിവിധ തരം മണമായിരിക്കും. അവിടെ തീർന്നിട്ടില്ല. ഇതിലുള്ള ഉറുമ്പ്, പാമ്പ്, അതായത് പടച്ച റബ്ബിന് നമ്മൾ എതിരായിട്ട് ഒരിക്കൽ പ്രവർത്തിക്കാൻ നിന്നാൽ, ഈ നാട്ടിലെ ഒരു ചാണ് ഭാഗത്തുള്ള പാമ്പ് മാത്രം പുറത്തേക്ക് വന്നാൽ
നമ്മളെ കൊണ്ട് ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല, കബറൊക്കെ എടുക്കാനും സാധിക്കില്ല. ഇതൊക്കെ നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് അറിയാത്ത ചില സത്യങ്ങളാണത്. അപ്പോൾ ഖുർആനിലുണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. ഇവിടുത്തെ നഗ്ന സത്യങ്ങളിൽ കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ബംബാല പാമ്പുകളുടെ ഇടയിൽ പെട്ടിരുന്നു. എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് കലർപ്പില്ല, ഞാൻ അവരൊന്നും ദ്രോഹിക്കാൻ ചെന്നതല്ല. ഒരു കൂട്ടം പാമ്പുകളുടെ ഇടയിരുന്നു. അതാണ് ഏറ്റവും വലിയ അനുഭവം. എനിക്ക് 2-3 പ്രാവശ്യം അങ്ങനെ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം മണ്ണാർക്കാട്ട്, നിങ്ങൾ കേട്ടില്ലേ, മണ്ണാർക്കാട്ടൊരു മലയിൽ വെച്ചവർ മധുരപ്രേമത്തിൻ കോളടിച്ചു. ഞാൻ മധുരപ്രേമം എന്നത് പ്രേമത്തിൻ്റെ കോളടിച്ചു. വേദന കാരണം കറുത്തതും വെളുത്തതും വമ്പാലകൾ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് എൻ്റെ നേരെ നിന്നിട്ട് ഇങ്ങനെ നോക്കി. ഞാൻ എവിടേക്കാ തിരിയണ്, ഞാൻ എന്താ തിരണ, എടുത്തേക്കൊന്നും വരുന്നില്ല, ഒഴിഞ്ഞ് നിൽക്കായിന്. ഒഴിഞ്ഞ് നിൽക്കണം. എൻ്റെ അടുത്ത് സ്ഥലമൊക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അവർ ചെറിയ ഉൾനാടുകളിലെ റോഡുകളൊക്കെ വളരെ വീതി കുറഞ്ഞ പാമ്പുകളെല്ലാവരും കൂടി കൂടിൻ്റെ അടുത്ത് ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. എൻ്റെ അടുത്തൊരു വണ്ടിയുണ്ട്. ഈ വണ്ടിയുടെ അടുത്തൊന്നും അല്ല നിൽക്കണം, ഒഴിഞ്ഞിട്ടാണ് നിൽക്കണം. കുറേ നേരമായി അവിടെ ഇരിക്കണം. തുടങ്ങിയിട്ട് 2 മണിക്കൂറൊക്കെ ആയി. അവിടുന്ന് ഈ പാമ്പിൻ്റെ വല്ല നിപ്പ് കണ്ടിട്ട് അവിടുന്ന് അടുത്തുള്ളൊരു കാരണവർ കയറി വന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, എന്താണ്, എന്തിനാണ് ആ പാമ്പ് നിങ്ങളെ വളഞ്ഞു വെച്ചതെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പാമ്പിനും ഗോത്രങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ല. അത് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ പാമ്പിനും ഗോത്രങ്ങൾക്കും ചെയ്തില്ല, അവർക്ക് വേണ്ടപ്പെട്ടാണെന്ന് മനസ്സിലായി. അത് അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ആരാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങനെ പച്ചം വരുന്നില്ല. ഏതാണ്, അവരുടെ എന്തായിട്ടാണ് നിങ്ങളുടെ അടുത്തുള്ളത്, ആ വന്നോല്ല ഒരു ഐറ്റം നിങ്ങളുടെ അടുത്തുള്ളത് എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് അത് മറ്റേ വിഷമിളക്കുന്നതാണ്. അത് വിഷമിളക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റിയാൽ 2 പേർക്കും മരുന്ന് വെക്കുന്നതാണ്. അന്നത്തെ സംവിധാനം വേറെയാണ്, ഇപ്പോഴത്തെ സംവിധാനം വേറെ. അപ്പോൾ അതിനെ ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കാനാണ് അവർ വന്നത്. മനസ്സിലായില്ലേ? ഊട്ടി ഉറപ്പിക്കാൻ, അവരെ ആരെയും ദ്രോഹിക്കരുത് എന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നതാണ് എന്ന് പറഞ്ഞു. ആ സ്വാഗതം ഇത് ഇയാൾ വന്ന് പറഞ്ഞോട് കൂടിയിട്ട് ഇവരൊക്കെ അവിടുന്ന് പോയി. പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം, ഓരോ ജീവികളോടും നമുക്ക് കരുണ കാണിക്കണം. അറക്കാൻ കൊണ്ടുവരുന്ന ജീവിയാണെങ്കിലും ശരി, അതിന് വടിയെടുത്ത് തച്ചിട്ട് ഉള്ള സാധനത്തിന് അതിനെ നമുക്ക് അറുത്ത് കഴിഞ്ഞാൽ ഭക്ഷിക്കാൻ കഴിയില്ല. കാരണം മുൻകോപമുള്ള ഒരു സാധനമാണ്. അതുപോലെ അറക്കാൻ കൊണ്ടുവരുന്ന ജീവിയുടെ ഏത് ജീവിയാണെങ്കിലും കണ്ണും ചെവി കെട്ടണം. അതെന്തിനാന്ന് വിചാരിച്ചാൽ മനുഷ്യൻ കാണിക്കുന്ന വികൃതികൾ അത് കാണാതിരിക്കാൻ. അതൊരു ജീവിയാണ്, അതൊരു സാധാരണ ജീവിയല്ല. അതിനെയും അള്ളാഹ് പടച്ചതാണ്, അതിനും വേദനയുണ്ട്. അപ്പോൾ 1/2 സെക്കൻഡ് നേരം കൊണ്ട് അതിൻ്റെ കഴുത്ത് മുറിഞ്ഞിരിക്കണം. അല്ലാത്ത പണികളൊന്നും വെറുതൊന്നും ആരോടും ചെയ്യരുത്. ഈ ജീവിയോടൊന്നും അല്ല, ഒരാളോടും ചെയ്യരുത്. 1/2 സെക്കൻഡ്, അതിൽ കൂടുതൽ ഉപയോഗിക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് ആളുടെ എത്ര വലിയ ക്യാൻസറാണെങ്കിലും നിങ്ങൾ സഹകരിക്കാൻ തയ്യാറുണ്ടോ? ഇത് പൈസ കൊടുത്തിട്ടൊക്കെ മേടിക്കണം. എന്ന് ചില ആളുകളുടെ പറമ്പിൽ നട്ട് വളർത്തുന്ന സാധനമാണ്, എൻ്റെ സൗകര്യത്തിന് കിട്ടില്ല. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ തയ്യാറ് വേണം. അതിൻ്റെ പൈസ നിങ്ങൾ അടക്കുക തന്നെ വേണം. മുൻകൂട്ടി ഇറക്കാൻ എനിക്ക് ചെയ്യാൻ കഴിയില്ല. പിന്നെ 30 തവണ കീമോതെറാപ്പി ചെയ്ത ആളുകളുണ്ടാവും. ഇപ്പം 2 ദിവസം മുന്നേ ഒരു 22 വയസ്സുകാരൻ്റെ ഒരു അമ്മ എന്നോട് കരഞ്ഞ് യാചിക്കണ്ടായി. അവരെ വിഷമമൊക്കെ അവർക്കൊക്കെ മനസ്സിലായി. പക്ഷേ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവർ ഇന്ന് ഈ നേരം വരെ ഇതുവരെ വന്നില്ല. ഈ 3 ദിവസമായിട്ട് അവർ എൻ്റെ അടുത്ത് വന്നില്ല. അവർക്ക് തൽക്കാലം ആദ്യം അടക്കേണ്ട സാധനം ഞാൻ എൻ്റെ വകയിട്ട് കൊടുക്കും. അതെൻ്റെ സംവിധാനമാണ്, മനസ്സിലായില്ലേ? എന്നിട്ട് അവർ വന്നില്ല. പൈസ അടക്കാനൊക്കെ എന്ത് ചെയ്യും? തൽക്കാലം ഉള്ള ഒരു സാധനം, തൽക്കാലം ഇവിടെ വന്ന ഉടനെ എനിക്ക് ചെയ്യേണ്ട ഒരു സാധനം ഉണ്ട്, അത് ഞാൻ ചെയ്യും. മനസ്സിലായില്ലേ? അതിൻ്റെ ബാക്കിയുള്ളത് ചെയ്യണമെങ്കിൽ നിങ്ങൾ പൈസ അടക്കണം, അല്ലാണ്ട് പറ്റില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. അപ്പം നിങ്ങളുടെ സാമ്പത്തികത്തിനല്ല ഞാൻ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. നിങ്ങൾ നുണ ആരോടും പ്രചരിപ്പിക്കരുത്. നിങ്ങൾക്കുള്ള കാര്യം മാത്രമേ പറയാവൂ. അത് മാത്രമല്ല, പിന്നെ അനാവശ്യമായിട്ട് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞ് വഴി തെറ്റിക്കുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കയ്യും കൊണ്ട് നിങ്ങൾക്കെതിരായിട്ട് ചെയ്ത ഒരു കാര്യം, ഞാൻ 67 വയസ്സായി. എനിക്ക് ഈ 67 വയസ്സിനകത്ത് ആർക്കാണ് ഞാൻ ദ്രോഹം ചെയ്തതെന്ന് ഒന്ന് എടുത്ത് കാണിക്കാൻ പറയും. രേഖ തരണം. അല്ലാണ്ട് വെറുതെ തൊള്ളയെ കൊണ്ട് പോകാൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊന്നും പറഞ്ഞാൽ പറയാം. രേഖ തരണം, മനസ്സിലായില്ലേ? രേഖ നല്ല ക്ലിയറാക്കി തരണം. ഈ രേഖ എങ്ങനെ ഉണ്ടാകുന്നത്? യഥാർത്ഥ സത്യങ്ങൾ. നിങ്ങൾ എൻ്റെ അടുത്ത് ഞാനുമായി ബന്ധപ്പെട്ട കേസിൽ പൈസ തന്നതിൻ്റെ റിസൾട്ട്, അവിടുന്ന് ആ രേഖ പോകുന്നത്. 2ാമത്തെ കാര്യം, ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതിൻ്റെ തെളിവ്. ഇപ്പോൾ ഈ വീഡിയോ തെളിവാണ്. അതുപോലെ തന്നെ
പിന്നെ നിങ്ങളോട് അത് പിന്നെ ഇന്ന ഭാഗം ഇത്ര ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പാലിക്കണം. പാലിക്കാണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വില വന്ന് സാധനം വാങ്ങി നിങ്ങളവിടെ വീട്ടിൽ കൊണ്ടുപോയിച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യം നടക്കില്ല. നിങ്ങളുടെ കാര്യം നടക്കണമെങ്കിൽ ഞാൻ എന്താണോ പറയുന്നത് കൃത്യമായിട്ട് അനുസരിക്കണം, അല്ലാതെ നടക്കില്ല. ഇനിയിപ്പോൾ എൻ്റെ പേരക്കുട്ടികളാണ് വരിക, അവരോട് നിങ്ങൾ മാന്യമായി പെരുമാറണം എന്നൊരു അപേക്ഷയാണ് എനിക്ക് തരാനുള്ളത്. മാന്യമായി പെരുമാറുക എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും. അവർ നിങ്ങളെ ദ്രോഹിക്കാനോ നിങ്ങളുടെ സാധനങ്ങൾ നാശാക്കാനോ ഒന്നും വന്നാലില്ല. അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ അതിന്മേലല്ല. ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി മാത്രമല്ല ഈ ഒരു പരിപാടി. ഞങ്ങൾ ജീവിക്കലല്ല കാര്യം. നിങ്ങളുടെ വലിയൊരു കാര്യം ചെയ്തു തന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഒരുപാട് കാര്യങ്ങൾ കൂട്ടി വെച്ചിട്ട് അതിനൊരു ജീവിതം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രമിക്കണം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തണ്ടൽ മുറിഞ്ഞ ആളുകളും പിന്നെ ജൂൺ മാസം 25, 2025 നോക്കിയാൽ 60 കൊല്ലം മുമ്പ് ബോധം കെട്ട് കിടക്കുന്നവൻ, തണ്ടൽ മുറിഞ്ഞ് കിടക്കുന്നവൻ, പിന്നെ അതുപോലെ ഇതര സൂക്കടായിട്ട് 100 കൊല്ലം 200 കൊല്ലം പിന്നെ ഷുഗറിൻ്റെ മരുന്ന് കഴിച്ചാലും രോഗം മാറാത്തവരൊക്കെ ഇരിക്കാം. ഇതൊക്കെ നമ്മൾ പിന്നെ മാറ്റിയെടുക്കും. നിങ്ങൾ പോയിട്ട് ചെയ്യേണ്ടത് എന്നോട് തർക്കിക്കുന്നതിന് പകരം നല്ല കൃഷി ജോലി പല തരത്തിലുള്ളത് ചെയ്യുക. നെൽകൃഷി മറ്റുള്ളതും മാത്രമല്ല, നെൽകൃഷി മാത്രം പോരല്ല, നമുക്ക് പാർപ്പിടം വേണ്ടേ, ഈ വസ്ത്രം വേണ്ടേ, അങ്ങനെ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ. അതിന് നിങ്ങളുടെ എല്ലാവരെയും പ്രശംസ ഞാൻ എടുക്കുന്നു. എനിക്ക് പറയുന്നത് നിങ്ങൾ കഴിയാവുന്നത് അനുസരിക്കണം, ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ആരെയും ദ്രോഹിക്കരുത്, ഞാനും ആരെയും ദ്രോഹിക്കുന്നില്ല. എന്നെ നിങ്ങൾ മോശമാക്കരുത്, ഞാൻ നിങ്ങളെ ഒരാളെയും മോശമാക്കുന്നില്ല. എൻ്റെ മുന്നിൽ കുറ്റം ചെയ്യാത്ത ഒരാളെയൊന്നും ഞാൻ എടുത്തിട്ട് പരിചയിച്ചിട്ട് ഒരു കാര്യം ചെയ്യില്ല. ഇതിന് മുമ്പ് ചരിത്രമില്ല. പിന്നെ എൻ്റെ മുമ്പിൽ കയറിയിട്ട് നിങ്ങൾ മോശമാക്കി സംസാരിക്കരുത്. കാരണം ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തു എന്ന് നിങ്ങളെ ശരിക്കും ചിന്തിക്കണം. നിങ്ങളോട് ഞാൻ എന്താ ചെയ്തത് എന്ന്